നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK നഴ്സുമാർക്ക് ശമ്പള വർധനവിൽ പ്രതിഷേധം. ഇംഗ്ലണ്ടിൽ ഡോക്ടർമാർക്കും അധ്യാപകർക്കും 4% ശമ്പള വർധനവ് പ്രഖ്യാപിച്ചപ്പോൾ നഴ്സുമാർ ഉൾപ്പെടെയുള്ള NHS ജീവനക്കാർക്ക് 3.6% മാത്രമാണ് ലഭിച്ചത്. ഇത് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പോലുള്ള യൂണിയനുകളുടെ പ്രതിഷേധത്തിന് കാരണമായി. RCN പണിമുടക്ക് ഉൾപ്പെടെ തുടർ നടപടികൾ അംഗങ്ങളുമായി കൂടിയാലോചിക്കാൻ പദ്ധതിയിടുന്നു. ഡോക്ടർമാരെക്കാൾ കുറഞ്ഞ ശമ്പള വർധനവ് നഴ്സുമാർക്ക് നൽകുന്നത് അനീതിയാണെന്ന് RCN പ്രതികരിച്ചു. ശമ്പള കമ്മീഷൻ ബോഡിയുടെ ശുപാർശ പ്രകാരമാണ് ഈ വർധനവ്. ജൂനിയർ ഡോക്ടർമാർക്ക് £750 അധിക ടോപ്പപ്പ്, സായുധ സേനയ്ക്ക് 4.5%, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്ക് 3.75%, സിവിൽ സർവീസുകാർക്ക് 3.25% എന്നിങ്ങനെയാണ് മറ്റ് വർധനകൾ. അധ്യാപക യൂണിയനുകൾ 4% വർധനവിനെ സ്വാഗതം ചെയ്തു. NHS ജീവനക്കാർ, പ്രത്യേകിച്ച് നഴ്സുമാർ, തങ്ങളുടെ സേവനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്നില്ലെന്ന് ആരോപിക്കുന്നു. NHS ആപ്പിൽ പുതിയ പ്രിസ്ക്രിപ്ഷൻ ട്രാക്കിംഗ്. NHS ഇംഗ്ലണ്ട് ആമസോൺ സ്റ്റൈൽ പ്രിസ്ക്രിപ്ഷൻ ട്രാക്കിംഗ് സംവിധാനം NHS ആപ്പിൽ അവതരിപ്പിച്ചു. ഇത് 1500 ഫാർമസികളെ, പ്രത്യേകിച്ച് എല്ലാ ബൂട്ട് സ്റ്റോറുകളെയും ബാധിക്കും. ഈ സംവിധാനം ഫാർമസികളിലേക്കുള്ള അനാവശ്യ കോളുകൾ കുറയ്ക്കുകയും ഫാർമസിസ്റ്റുകളെ രോഗികൾക്ക് കൂടുതൽ സേവനം നൽകാൻ സഹായിക്കുകയും ചെയ്യും. അടുത്ത വർഷം 5000 ഫാർമസികളിലേക്ക് ഇത് വ്യാപിപ്പിക്കും. ഇത് ഇംഗ്ലണ്ടിലെ 60% ഫാർമസികളെ ഉൾക്കൊള്ളും. 37.4 മില്യൺ ഉപയോക്താക്കളുള്ള NHS ആപ്പിൽ 11.4 മില്യൺ പേർ പ്രതിമാസം ലോഗിൻ ചെയ്യുന്നു. 2024 ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ വരെ ആപ്പ് വഴിയുള്ള പ്രിസ്ക്രിപ്ഷൻ ഓർഡറുകൾ 40% വർദ്ധിച്ചത്. ഈ സാങ്കേതികവിദ്യ രോഗികൾക്ക് സൗകര്യവും ഫാർമസിസ്റ്റുകൾക്ക് കാര്യക്ഷമതയും നൽകുന്നതായി NHS എക്സിക്യൂട്ടീവ് പറഞ്ഞു. ബൂട്ട്സിൻ്റെ ഫാർമസി ഡയറക്ടർ ആൻ ഹിഗിൻസ് ഇത് രോഗികൾക്ക് പ്രിസ്ക്രിപ്ഷൻ യാത്ര ട്രാക്ക് ചെയ്യാൻ സഹായിക്കുമെന്ന് അവകാശപ്പെട്ടു. ശ്രീലങ്കയിൽ ബ്രിട്ടീഷ് യുവതി അറസ്റ്റിൽ. ലണ്ടനിൽ നിന്നുള്ള 21-കാരിയായ ഷാർലറ്റ് മേലി ശ്രീലങ്കയിൽ 46 കിലോ സിന്തറ്റിക് ഡ്രഗ് കടത്താൻ ശ്രമിച്ചതിന് അറസ്റ്റിലായി. കൊളംബോയിലെ ബന്ദാര നായിക് വിമാനത്താവളത്തിൽ നിന്നാണ് ഈ റെക്കോർഡ് പിടിച്ചെടുക്കൽ. ലീ മയക്കുമരുന്ന് തൻ്റെ ലഗേജിൽ ഉണ്ടായിരുന്നത് അറിഞ്ഞില്ലെന്നും ബാങ്കോക്കിൽ ആരോ അത് വെച്ചതാണെന്നും അവകാശപ്പെടുന്നു. കുറ്റം തെളിഞ്ഞാൽ 25 വർഷം വരെ തടവ് ലഭിക്കാം. ലീ ഇപ്പോൾ നെഗോംബോ ജയിലിലുണ്ട്. ബാങ്കോക്കിൽ നിന്ന് ഏതാണ്ട് ഒരേ സമയം പുറപ്പെട്ട മറ്റൊരു ബ്രിട്ടീഷ് യുവതി ബെല്ല ജോർജിയയിൽ മയക്കുമരുന്ന് കടത്തിന് പിടിയിലായി. ശ്രീലങ്കൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ബാങ്കോക്ക് വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് വർദ്ധിച്ചതാണ് ഈ അറസ്റ്റിന് കാരണം. ലീ ബാങ്കോക്കിൽ വിസ കാലാവധി തീരാറായപ്പോൾ ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്തതാണ്. ജയിലിലെ കഠിനമായ സാഹചര്യങ്ങളെക്കുറിച്ച് അവർ പരാതിപ്പെട്ടു. UK-യിൽ എനർജി ബിൽ കുറയുന്നു. UK-യിൽ ജൂലൈ മുതൽ എനർജി ബില്ലുകൾ 7% കുറയും. ഓഫ്ജമിൻ്റെ പ്രൈസ് ക്യാപ്പ് അനുസരിച്ച് ഒരു സാധാരണ ഡ്യുവൽ ഫ്യൂൽ ബിൽ £1149 നിന്ന് £1720 കുറയും. ഫിക്സഡ് ഡീലുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് വർഷം £200 വരെ ലാഭിക്കാമെന്ന് ഓഫ്ജം പറയുന്നു. 35% ഉപഭോക്താക്കൾ ഇപ്പോൾ ഫിക്സഡ് താരിഫിലാണ്. കഴിഞ്ഞ വർഷം 15%. എന്നാൽ കടബാധ്യതയുള്ളവർക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയില്ല. വില ഇപ്പോഴും ഉയർന്നതാണെന്നും £4 ബില്യൺ ഉപഭോക്തൃ കടമുണ്ടെന്നും ഓഫ്ജമിൻ്റെ ഡയറക്ടർ ടിം ജാർവിസ് പറഞ്ഞു. ഊർജ്ജ ഉപയോഗം കുറഞ്ഞ വേനൽക്കാലത്താണ് ഈ കുറവ് വരുന്നത്. സ്റ്റാൻഡിംഗ് ചാർജ് £19 കുറയും, പക്ഷേ പ്രദേശമനുസരിച്ച് വ്യത്യാസപ്പെടും. ഗ്യാസിൻ്റെ വില 6.33 പെർ കിലോവാട്ട് അവറിനും വൈദ്യുതി 25.73 പെർ കിലോവാട്ട് അവറിനും ആയിരിക്കും. സിറ്റിസൺ അഡ്വൈസിൻ്റെ ക്ലെയർ മൊറയാറ്റി ഊർജ്ജക്കടം കൈകാര്യം ചെയ്യാൻ സർക്കാർ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടു. പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ വിൻ്റർ ഫ്യൂവൽ പേയ്മെൻറ്റിൻ്റെ ഭാഗിക യു-ടേൺ സൂചിപ്പിച്ചു. നോർത്താംപ്ടൺ ഷെയറിൽ വൻ തീപിടുത്തം. നോർത്താംപ്ടൺ ഷെയറിലെ റൂസ്റ്റണിലെ സന്തേഴ്സ് ലോഡ്ജ് വ്യവസായ മേഖലയിൽ വൻ തീപിടുത്തം. മേജർ ഇൻസിഡന്റ് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6:30 തുടങ്ങിയ തീ വലിയ അളവിൽ പ്ലാസ്റ്റിക് ഉൾപ്പെട്ടതാണ്. 12 ഫയർ എഞ്ചിനുകളും ബ്രെഡ്ഫോർഡ് ഷെയറിലെ ഫയർ സർവീസിൻ്റെ പിന്തുണയോടും കൂടെ തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പുക മൂലം സമീപവാസികളോട് ജനലുകളും വാതിലുകളും അടയ്ക്കാൻ നിർദ്ദേശിച്ചു. ആളപായമില്ല, കെട്ടിടങ്ങൾ ഒഴിപ്പിച്ചു. ഇത് പ്രദേശത്തെ ബിസിനസ്സുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും പക്ഷേ തങ്ങൾ തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചതായും നോർത്താംപ്ടൺ ഷെയർ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ മിക് ബെറി പറഞ്ഞു. ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് മുഴുവൻ ഫയർ ക്രൂവിൻ്റെ പ്രവർത്തനം തുടരും. ഗ്യാസ് സപ്ലൈ നിർത്തിവെച്ചു. 500 വീടുകൾക്ക് ബാധകമാകാതിരിക്കാൻ നോർത്താംപ്ടൺ ഷെയർ കൗൺസിലും കേഡൻറ്റും ശ്രമിക്കുന്നു. തീപിടുത്തത്തിൻ്റെ കാരണം ഇനിയും വ്യക്തമല്ല.
UK-യിൽ ഡ്രൈവിംഗ് ലൈസൻസ് മുന്നറിയിപ്പ്. UK-യിൽ ഏകദേശം 20 ലക്ഷം ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാത്തതിനാൽ 1000 പൗണ്ട് വരെ പിഴയും പോയിന്റുകളും ഇൻഷുറൻസ് അസാധുവാക്കാനുള്ള സാധ്യതയും നേരിടുന്നു. BigOnesYourCar.comന്റെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഈ DVLA നിയമങ്ങൾ ലംഘിക്കുന്ന 6% ഡ്രൈവർമാരുടെയും ലൈസൻസ് കാലഹരണപ്പെട്ടതാണ്. ഇത് നിയമപരമായ പ്രത്യാഘാതങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലാതെ അപകടമുണ്ടായാൽ സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും. ചിലർ ലൈസൻസ് പുതുക്കാതിരിക്കുന്നത് ചെലവ് ഭയന്നോ കാലാവധി തെറ്റിദ്ധരിച്ചോ ആണ്. പഴയ വിലാസം നിലനിർത്തി ഇൻഷുറൻസ് നിരക്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ലൈസൻസ് പുതുക്കുന്നത് നിയമപാലനം മാത്രമല്ല സാമ്പത്തിക നിയമ സുരക്ഷയ്ക്കും വേണ്ടിയാണെന്ന് BigOnesYourCar.comന്റെ വക്താവ് പറഞ്ഞു. അസാധുവായ ലൈസൻസുമായി വാഹനമോടിക്കുന്നത് അപകടകരമാണ്, പ്രത്യേകിച്ച് ഇൻഷുറൻസ് പരിരക്ഷയില്ലെങ്കിൽ. ഡ്രൈവർമാർ ലൈസൻസ് കൃത്യമായി പുതുക്കണമെന്നും ചെറിയ അസൗകര്യത്തിനു വേണ്ടി വലിയ അപകടസാധ്യത വരുത്തരുതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബ്രിസ്റ്റോൾ മെറ്റേണിറ്റി ആശുപത്രിയിൽ തീപിടുത്തം. ബ്രിസ്റ്റോളിലെ സെന്റ് മൈക്കിൾസ് മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ വ്യാഴാഴ്ച വൈകിട്ട് 4:30 തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമില്ല. സൗത്ത് വെൽ സ്ട്രീറ്റിലെ ആശുപത്രി മന്ദിരത്തിലുണ്ടായ തീ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ അണച്ചു. ഗർഭിണികളെയും നവജാത ശിശുക്കളെയും അവരുടെ അമ്മമാരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ല. അന്വേഷണം തുടരുകയാണ്. അടിയന്തര സാഹചര്യത്തിൽ സ്റ്റാഫിന്റെ സഹകരണം അഭിനന്ദനീയമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ പ്രൊഫസർ സ്റ്റുവർട്ട് വോക്കർ പറഞ്ഞു. ആശുപത്രി പ്രവർത്തനങ്ങൾ വെള്ളിയാഴ്ച മുതൽ സാധാരണ നിലയിൽ തുടരും. മുൻകൂട്ടി നിശ്ചയിച്ച അപ്പോയിന്റ്മെന്റുകൾ മാറ്റമില്ലാതെ നടക്കും. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി രോഗികളുടെ ക്ഷേമം ഉറപ്പാക്കിയിട്ടുമുണ്ട്. അപകട കാരണം കണ്ടെത്താൻ തുടർ നടപടികൾ സ്വീകരിക്കുന്നു. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാള UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.